കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 13ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 13ാമത്തെ ശ്ലോകം ചമ്പക അശോക പുന്നാക സൗഗന്ധികല സത്കജ. ചമ്പക അശോക പുന്നാക സൗഗന്ധികല സത്കജ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം എന്നീ പുഷ്പങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന തലമുടിയോട് കൂടിയവൾ, അങ്ങനെയുള്ള അംബികയെ നമസ്കരിക്കുന്നു എന്നാണ് ശ്ലോകാർത്ഥം. സാധാരണ ലളിതാദേവിയെ കുറിക്കുന്ന മിക്ക ശ്ലോകങ്ങളിലും ഭഗവതിയെ കേശാദിപാദ വർണ്ണനയായിട്ടാണ് സ്വീകരിച്ചു കാണുന്നത്. അതായത് ഭഗവതിയുടെ തലമുടി മുതൽ താഴോട്ട് ഓരോരോ അവയവങ്ങളായിട്ട് വർണ്ണിക്കുന്ന ഒരു രീതിയാണ് സാധാരണയായിട്ട് കാണുന്നത്. ഭഗവതിയുടെ തലമുടിയിൽ ഇങ്ങനെയുള്ള പൂക്കളൊക്കെ ചൂടിയിരിക്കുന്നു. ഏതൊക്കെ പൂക്കൾ? ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം ഇങ്ങനെയുള്ള പൂക്കളൊക്കെ ചൂടിയിരിക്കുന്ന തലമുടിയോടുകൂടിയ അംബികയാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. ഭഗവതിയുടെ തലമുടിക്ക് സുഗന്ധം നൈസർഗികമാണെന്നും എന്നാൽ പൂക്കൾ അലങ്കാരത്തിനു വേണ്ടി മാത്രമാണ് ഉള്ളതെന്നും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലസത് എന്ന ശബ്ദം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ലസത്തായ എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശോഭിക്കുന്നത് എന്നാണ്. അപ്പം ആ പൂക്കളൊക്കെ ചൂടിയിരിക്കുന്നത് കൊണ്ട് ഭഗവതിയുടെ തലമുടിക്ക് ശോഭയുണ്ടാകുന്നു. പക്ഷേ ഭഗവതിയുടെ ആ തലമുടിക്ക് സ്വാഭാവികമായും നല്ല സുഗന്ധമാണ്. അതും ഈ ഒരു ശ്ലോകത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ചമ്പക അശോക പുന്നാക സൗഗന്ധികല സത്കജ എന്ന് ജപിക്കുമ്പോൾ, ഇങ്ങനെ നിർത്തി ജപിക്കുമ്പോൾ നമ്മൾ എന്താലോചിക്കണം? ഭഗവതിയുടെ തലമുടിയിൽ ഈ പൂക്കളൊക്കെ ചൂടിയിരിക്കുന്നു. ഇങ്ങനെ പൂക്കളൊക്കെ ചൂടിയ മനോഹരമായ തലമുടിയോട് കൂടി ഇരിക്കുന്ന അംബികയെ ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഓരോരോ ശ്ലോകങ്ങളും ജപിക്കുന്ന സമയത്ത് ഭഗവതിയുടെ ആ തിരുരൂപം, ആ ശ്ലോകങ്ങൾക്കനുസരിച്ചിട്ടുള്ള ആ രൂപങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെ ജപിക്കുമ്പോഴാണ് ലളിതാ സഹസ്രനാമം പൂർണ്ണമായ ഒരു ഫലസിദ്ധിയിലേക്ക്, ആ ജപം പൂർണ്ണമായ ഫലസിദ്ധിയിലേക്ക് മാറുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകം നമുക്ക് വെള്ളിയാഴ്ച പഠിക്കാം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.